കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്വന്തം അമ്മമാരാൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ 112 കേസുകളാണ് ന്യൂസ് മലയാളം അന്വേഷണ വിധേയമാക്കിയത്. ഇതിൽ ഭൂരിഭാഗവും പെരിനാറ്റൽ സൈക്കോസിസ് എന്ന ഗുരുതര മാനസിക രോഗാവസ്ഥയിലാണ് സംഭവിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പോലീസും ആരോഗ്യവകുപ്പും കോടതികൾ പോലും സ്വാഭാവിക കൊലപാതകം ആയി കാണുന്ന ഈ കേസുകളുടെ മേൽ പുനർവിചിന്തനം അനിവാര്യമാകുന്ന തെളിവുകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടുന്നത്. ന്യൂസ് മലയാളം തിരുവനന്തപുരം ബ്യൂറോയിലെ ന്യൂസ് എഡിറ്റർ ഫൗസിയ മുസ്തഫ കഴിഞ്ഞ 9 മാസമായി നടത്തിയ അന്വേഷണ ഫലമാണ് ഈ വാർത്താ പരമ്പര. ആദ്യം രോഗാവസ്ഥയുടെ മുഖവുര കാണാം, പിന്നീട് തുടർന്നുള്ള വാർത്തയും. നമസ്കാരം. മനസ്സു തകർന്നവർ, മക്കളെ കൊന്നവർ എന്ന വാർത്താ പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വൈവാഹിക ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ, കാമുകരോടൊപ്പം ജീവിക്കാൻ, ഭർത്തൃ വീട്ടുകാരോട് പക തീർക്കാൻ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുടെ കഥകൾ. നീചം, ക്രൂരം, നിർദ്ദയം, പൈശാചികം തുടങ്ങിയ വാക്കുകളുടെ അകമ്പടിയോടെ കേരളം പലവട്ടം കേട്ടുപോയ നടുക്കുന്ന വാർത്തകൾ. പോലീസും മാധ്യമങ്ങളും ആവർത്തിച്ചുറപ്പിച്ചു പറയുന്ന ഈ ശിശുഹത്യകളുടെ പിന്നിലെ സത്യമെന്താണ്? സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ ഈ അമ്മമാരുടെ മനസ്സിൽ എന്തായിരുന്നു? ഈ അമ്മമാരുടെ മനസ്സറിയാൻ ന്യൂസ് മലയാളം കേരളത്തിനകത്തും പുറത്തും മാസങ്ങളോളം യാത്രകൾ നടത്തി. പോലീസും മാധ്യമങ്ങളും വാരി വിതറുന്ന ആവർത്തന വാർത്തകൾ അതേപടി വിഴുങ്ങാതെ വാസ്തവം അറിയാനായി ഒരു യാത്ര. നഗരഹൃദയങ്ങളിലും വിദൂര ഗ്രാമങ്ങളിലുമായി കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ 50-ലധികം സ്ത്രീകളെ ഞങ്ങൾ നേരിൽ കണ്ടു. 9 മാസങ്ങൾ കൊണ്ട് അവരുടെ ജീവിത കഥകൾ പലവട്ടം പോയി കേട്ടു. കേരളത്തിലെ സ്ത്രീ ജനസംഖ്യയുടെ നല്ലൊരു ഭാഗവും അത്യന്തം അപകടകരമായ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഈ യാത്രകൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഗർഭാനന്തരവും പ്രസവാനന്തരവും വന്നു ഭവിക്കുന്ന വിഷാദ രോഗം മോഷ്ടിച്ചുണ്ടാകുന്ന പെരിനാറ്റൽ സൈക്കോസിസ് എന്ന ഗുരുതര മാനസിക രോഗത്തിന്റെ ഭാഗമായാണ് ഏറിയ കേസുകളിലും അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. എന്നാൽ സർക്കാരും പോലീസും മാധ്യമങ്ങളും ഒപ്പം നിൽക്കേണ്ടിയിരുന്ന മെഡിക്കൽ സമൂഹവും ഇക്കാലം അത്രയും നൽകിപ്പോന്ന വാർത്തകളെയും കാഴ്ചപ്പാടുകളെയും അഡ്ഡപടലം അട്ടിമറിക്കുന്ന വസ്തുതകളും ദൃശ്യങ്ങളുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. കേരളത്തിൽ അമ്മമാരാൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കണക്കുകൾ പോലീസിന്റെയോ സർക്കാരിന്റെയോ കയ്യിലില്ല. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം അമ്മമാർ ആത്മഹത്യ ചെയ്യുകയോ ആത്മഹത്യക്ക് ശ്രമിക്കുകയോ ചെയ്ത എണ്ണമറ്റ കേസുകളുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അമ്മമാരാൽ കൊല്ലപ്പെട്ട 112 കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു. ഗർഭകാലത്ത് സ്വന്തം ജീവനെടുത്തവരുമുണ്ട്. പോലീസിന്റെയും സർക്കാരിന്റെയും കണക്കുകളിലാകട്ടെ ഇവയെല്ലാം സാധാരണ കൊലപാതകങ്ങളും ആത്മഹത്യകളും മാത്രമാണ്. ഗുരുതരമായ ഒരു മാനസികാരോഗ്യ പ്രതിസന്ധിയുടെ പരിണതിയായി ആരും ഇതിനെ ഇതുവരെ കണ്ടിട്ടേയില്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് 1000 പ്രസവങ്ങൾ നടക്കുന്നതിൽ 100 മുതൽ 150ഓളം സ്ത്രീകളിൽ മാനസിക നില തകരാറിലാകുന്നുവെന്നാണ് കണ്ടെത്തൽ. അതായത് 10 മുതൽ 15% വരെ. അതിൽ തന്നെ പെരിനാറ്റൽ സൈക്കോസിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഗുരുതര മാനസിക രോഗം 0.89% മുതൽ 2.6% വരെയുള്ള സ്ത്രീകളെ ബാധിക്കുന്നു.
ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളിലെ 5 സ്ത്രീകളിൽ ഒരാൾക്കെന്ന തോതിൽ പെരിനാറ്റൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഒരു ദിവസം ചികിത്സയ്ക്കെത്തുന്ന ശരാശരി 100 ഗർഭിണികളിൽ നടത്തുന്ന സ്ക്രീനിങ്ങിൽ 30 പേർക്കും വിഷാദരോഗ ലക്ഷണങ്ങളുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതിൽ 1-2 പേർക്ക് ഗുരുതര മാനസിക പ്രശ്നങ്ങളും കണ്ടെത്താറുണ്ട്. ഗർഭാനന്തര പ്രസവാനന്തര സൈക്കോസിസ് എന്നീ 2 ഉന്മാദ വിഭാഗങ്ങൾ, ബ്ലൂസ്, ഡിപ്രഷൻ, സൈക്കോസിസ് എന്നീ 3 അവസ്ഥാന്തരങ്ങൾ, ശാരീരിക, വൈകാരിക, പാരമ്പര്യ, സാമ്പത്തിക, സാമൂഹിക, കുടുംബജീവിത മാറ്റങ്ങൾ, ഗാർഹിക പീഡനം, ദാമ്പത്യ കലഹം, അമ്മയുടെ പ്രായം, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവ സ്ത്രീ മനസ്സുകളിലും ശരീരങ്ങളിലും ഉണ്ടാക്കാവുന്ന ആഘാതങ്ങൾ വിഷാദത്തിലേക്കും തുടർന്ന് ഉന്മാദത്തിലേക്കും കൊണ്ടെത്തിക്കുന്നതാണ് കാരണം. നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഉറപ്പായും മാറുന്ന അസുഖം. എന്നിട്ടും നമ്മുടെ രാജ്യമോ ആരോഗ്യരംഗത്ത് ഏറെ മുന്നിലുള്ള കേരളമോ ഇന്നേ വരെ ഗർഭാനന്തര പ്രസവാനന്തര മാനസിക രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന ദിശയിലുള്ള യാതൊരു പരിശ്രമവും ഇതുവരെ നടത്തിയിട്ടേയില്ല. ഒരു വർഷം 45,000-നും 50,000-നും ഇടയിൽ പ്രസവങ്ങൾ നടക്കുന്ന കേരളത്തിൽ വെറും 6 ഡോക്ടർമാർ മാത്രമാണ് പെരിനാറ്റൽ സൈക്യാട്രിയിൽ വിദഗ്ധ പരിശീലനം നേടിയവർ. അതായത് 10,000 ഗർഭിണികൾക്കും പ്രസവിച്ച് കിടക്കുന്നവർക്കുമായി ആകെ ഒരു ഡോക്ടർ എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ദേശീയ മാനസികാരോഗ്യ പോളിസിയിൽ പോലും ഇത്തരം മാതൃമാനസികാരോഗ്യ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ അഭിസംബോധന ചെയ്യുകയോ അവയെ ആരോഗ്യ പ്രശ്നങ്ങളായി അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. എന്തിനധികം തെക്കുകിഴക്കേ ഏഷ്യയിൽ തന്നെ ഇത്തരം കേസുകൾ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയുള്ള ഏക സ്ഥാപനം ബംഗളൂരു നിംഹാൻസ് മാത്രമാണ്. വികസിത രാജ്യങ്ങളിൽ പെരിനാറ്റൽ സൈക്കോസിസ് ക്രിമിനൽ കേസുകളിൽ അകപ്പെടുന്ന സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷയും നിയമപരിരക്ഷയും ഭരണകൂടങ്ങൾ ഉറപ്പാക്കുന്നു. അതേസമയം ഇതേ മാനസിക രോഗത്തിനടിപ്പെട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന നമ്മുടെ നാട്ടിലെ അമ്മമാർക്ക് അറസ്റ്റും റിമാൻഡും വിചാരണയും ശിക്ഷയുമാണ് ഉറപ്പാക്കുന്നത്. ഈ കൊടും അനീതിയിലേക്കും നിയമരാഹിത്യത്തിലേക്കും പൊതുജനങ്ങളുടെയും ഭരണകൂടത്തിൻ്റെയും ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞങ്ങളുടെ പരിശ്രമം. കാലാനുസൃത നിയമനിർമ്മാണവും ദേശീയ മാനസികാരോഗ്യ നയങ്ങളിലെ പുരോഗമന മാറ്റങ്ങളുമാണ് ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. മാനസിക വിക്ഷോഭത്തിൻ്റെ പാരമ്യത്തിൽ മക്കളെ കൊല്ലേണ്ടി വന്ന അമ്മമാരുടെ യഥാർത്ഥ ജീവിതകഥ എന്തായിരുന്നുവെന്ന് വരും ദിവസങ്ങളിൽ കാണാം. ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. മുതൽ 2023 വരെയുള്ള കഴിഞ്ഞ 13 വർഷത്തെ കണക്കുകൾ എടുത്താൽ കേരളത്തിൽ മാത്രം 100-ലധികം കുഞ്ഞുങ്ങൾ അമ്മമാരാൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. എന്നാൽ കേന്ദ്ര സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകളുടെ കണക്കുകളിൽ ഇന്നേ വരെ കൊലപാതക കാരണമായി പെരിനാറ്റൽ സൈക്കോസിസ് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു ഇൻഫന്റിസൈഡ് ആക്ട് നിലവിലില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന അമ്മമാരെ നിർബന്ധിത പ്രസവരക്ഷ ഉറപ്പാക്കേണ്ട സമയത്ത് പോലും സർക്കാരും നീതിപീഠവും ചേർന്ന് ജയിലിലടക്കുന്നത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ഓർക്കാനുള്ള മനസ്സില്ല, കരുത്തില്ല, ഞാൻ മറക്കട്ടെ എന്ന് വിചാരിക്കാം. ആ രംഗം ചിന്തിക്കാനുള്ളൊരു കരുത്തുപ്പില്ലാതായിക്കണം. അപ്പം ഒന്ന് മറക്കട്ടെ എന്ന് മനസ്സിൽ, പക്ഷേ മറന്നാലും എന്തെങ്കിലും ഒരു സൂചന കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരിക. മക്കളെ എത്ര ഉണ്ടായാലും എനിക്ക് കയറൂല. ഞാൻ നോക്കൂല. എൻ്റെ കുട്ടിക്ക് സുഖമുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ മോനും കൂടി പാല് കൊടുത്ത് കണ്ട് എൻ്റെ മോൻ എപ്പോഴും പറയുന്നതാണ്, ആ കുഞ്ഞിനെ നമ്മൾ പാല് കൊടുത്ത് കൊണ്ടേ കിടത്തിയതല്ലോ, അവിടെ വള കൊടുത്ത് കൊണ്ടേ കിടത്തിയത് നമുക്ക് ഇപ്പുറം കിടത്തിയാൽ മതിയായിരുന്നല്ലോ എന്ന് ആ കുഞ്ഞിനെ നമുക്ക് കാണായിരുന്നല്ലോ. ഒക്ടോബർ 12 മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ. ക്രൈം നമ്പർ 279/19.
30-കാരിയായ അനീസ തേഞ്ഞിപ്പാലത്ത് സ്വന്തം വീട്ടിൽ മൂന്നാമതും പ്രസവിച്ചു കിടക്കുന്ന കാലം. ബ്ലീഡിംഗ് നിലക്കാത്തതിലും മറ്റും വളരെയധികം അസ്വാഭാവിക മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു പോരുന്ന സമയം. സംഭവ ദിവസവും ഡോക്ടറെ കണ്ടിരുന്നു. ഇന്നും ആ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എനിക്കെൻ്റെ നെഞ്ഞു പൊട്ട്. ഞാൻ കുഞ്ഞിനെ മടിയിൽ വെച്ച് 2.5 മണിക്കൂറൊക്കെ ഗ്ലൂക്കോസ് കയറ്റിയാണ് ഞാൻ കിടത്തിയത്. അന്ന് 5:30 മണി കഴിഞ്ഞാലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിക്കുന്നത്. ഓൽക്കൊരു ഡോക്ടർമാർക്ക് അറിയാൻ കഴിയണ്ടേ. എന്നാൽ അന്ന് അർദ്ധരാത്രി 2 മണിയോടെ തൻ്റെ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം അനീസ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യാശ്രമം നടത്തി. പ്രസവാനന്തര മാനസിക രോഗത്തിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലൂടെയാണ് അനീസ കടന്നുപോയത് എന്ന് ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ വാക്കുകൾ ഓർത്തെടുത്ത് അമ്മ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ തക്ക സമയം ചികിത്സ ഉറപ്പാക്കാനോ ഉറ്റവർക്ക് രോഗത്തെക്കുറിച്ചുള്ള അജ്ഞത മാറ്റാനോ ഡോക്ടർ ശ്രമിച്ചില്ല. പക്ഷെ അവൾക്ക് എന്തോ എനിക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂലേ എന്നുള്ള എൻ്റെ കുഞ്ഞിനെ നോക്കാൻ കഴിയൂലേ, കുട്ടികളെ എനിക്ക് നോക്കാൻ കഴിയൂലേ, എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം ഒക്കെ പറഞ്ഞത്. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം അവിടെ പ്രസവിച്ച ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ ചില ഹോർമോണുകൾ കുറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും, അതാണ് അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അങ്ങനെ മരുന്നായിട്ട് ഒരു തിന്നിട്ടുമില്ല. അസ്വാഭാവികത നിറഞ്ഞ മകളുടെ പെരുമാറ്റത്തിൽ സംശയം പ്രകടിപ്പിച്ച ബന്ധുക്കളെ നിസ്സംശയം മടക്കി അയച്ച ഡോക്ടർമാർ. ബാക്കി അമ്മ പറയും. ഹോർമോണിന്റെ ചേഞ്ച് ആണെന്നുള്ള ഡോക്ടർ അന്ന് കണ്ടെത്തിയെങ്കിലും ഡോക്ടർ അതിന് മരുന്ന് തരേണ്ട സാറേ. നമ്മൾ പറഞ്ഞാൽ നിങ്ങളടുത്ത് വരേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. നമുക്കൊരു ഡോക്ടർമാരെടുത്ത് പോകുമ്പോൾ ആ ഡോക്ടർമാർ പറഞ്ഞാൽ അതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു വിഷമം. ഞാൻ അന്ന് വൈകിട്ട് 5:30 മുതൽ 2.5 മണിക്കൂറോളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ പറഞ്ഞത് ഒരു ട്രിപ്പ് കയറ്റി തന്നാൽ ഇവൾ അത്രയും ക്ഷീണിച്ചിട്ട് നോക്കണിട്ട് നടക്കാൻ വയ്യാഞ്ഞിട്ട്. അപ്പോഴും ആ ഡോക്ടർ പറഞ്ഞത് അത്രമാത്രം ക്ഷീണമുണ്ടോ. എന്തുകൊണ്ടായിരിക്കാം അന്ന് ആ ഡോക്ടർ അനീസയ്ക്ക് ചികിത്സ നൽകാതെ മടക്കിവിട്ടതെന്ന ഞെട്ടിക്കുന്ന വസ്തുത കൂടി അറിഞ്ഞിരിക്കണം. ഗർഭിണി ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രസവശേഷവും സ്ത്രീകൾ മോശമായ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകും എന്നുള്ളത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ ഇരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ഉണ്ട്. അത് നഴ്സുമാരാവാം, ഡോക്ടർമാരാവാം, മറ്റ് ആരോഗ്യ പ്രവർത്തകരാകാം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെപ്പറ്റി വേണ്ടത്ര അവബോധം അല്ലെങ്കിൽ വേണ്ടത്ര ട്രെയിനിങ് ആരോഗ്യ പ്രവർത്തകർക്കിടയിലില്ല എന്നുള്ളത് വളരെയധികം ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും നമ്മൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന സെൻറ്റേഴ്സും നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വളരെ കുറവാണ്. വലിയൊരു റിസ്ക് എന്ന് പറയുന്നത് ഇത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ഇടയിലുണ്ടാകുന്ന ആത്മഹത്യ, അതൊരു വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. 2, നമ്മൾ കേട്ടിട്ടുണ്ടാകും പലപ്പോഴും അമ്മമാർ ചെറിയ കുഞ്ഞുങ്ങളെ കൊന്നു എന്ന് പറയുന്നൊരു അവസ്ഥ. പലപ്പോഴും ഇത് പ്രവണത എന്ന് പറയുന്നത് അമ്മമാർക്ക് ഈ ഗുരുതരമായിട്ട് രോഗാവസ്ഥ മൂലമായിരിക്കാം കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ എത്തുന്നത്. രക്ഷപ്പെടാൻ 100% സാധ്യതയുള്ള രോഗത്തെ അവഗണിച്ച ഡോക്ടർ അനീസയ്ക്ക് എന്നേക്കുമായി നൽകിയത് കടുത്ത വിഷാദത്തിനൊപ്പം വീട്ടുതടങ്കൽ കൂടിയാണ്. വരാനിരിക്കുന്ന വിചാരണയും ജയിലും അനീസയുടെ അസുഖത്തിന്റെ ആഴം കൂട്ടുന്നുവെന്നതാണ് അചിന്തനീയം. സംഭവം കഴിഞ്ഞ് 5 വർഷം ആകാനായി. ഇന്നും പക്ഷേ ഒരു നേരത്തേക്ക് പോലും പുറത്തിറങ്ങാൻ വല്ലാത്ത പേടിയുള്ള പ്രകൃതം. പകൽ 11 മണിക്ക് അനീസയെ കാണാനായി മലപ്പുറത്തെ വീട്ടിൽ ഞങ്ങൾ എത്തിയപ്പോഴും അടച്ചിട്ട മുറിയിൽ ഗാഠനിദ്രയിലായിരുന്നു. മനസ്സിനൊപ്പം ശരീരത്തിൻ്റെയും പകലുകൾ ഡ്രാവുകളാക്കാൻ ഉറക്ക ഗുളികയിലെ ശാന്തി തീരത്ത് അഭയം തേടുന്നവൾ. ടെൻഷൻ ഉണ്ടോ? എന്തിനെ കുറിച്ചാ ടെൻഷന്? ടെൻഷൻ ഉണ്ട് എപ്പോഴും. എന്തിനെ കുറിച്ചാ ടെൻഷൻ? ഇങ്ങനെ എപ്പോഴും ടെൻഷന്? ഉറങ്ങുമ്പോഴേ മാറുമോ ടെൻഷന്? കിടക്കണം, എപ്പോഴും കിടക്കണം എന്നാണ്. ഇപ്പോഴും കിടന്നിട്ട് ഉറങ്ങണം അല്ലേ? പുറത്തൊന്നും പോകണ്ടേ? ഒന്നും കാണണ്ടേ? വിചാരണ പോലും തുടങ്ങിയിട്ടില്ലാത്ത കേസിൽ മഞ്ചേരി കോടതി വരെ പോയി വരുന്ന ദിവസങ്ങൾ കുടുംബാംഗങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ. മാനസികമായും ശാരീരികമായും തകർന്നു പോയവൾ അന്നേ ദിവസം ഈ ഭൂമിയിലേ അല്ലാത്ത വിധം പെരുമാറും. അത്രമേൽ സമ്മർദ്ദം ഇന്നും പേറുന്നവൾ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സംഭവിച്ചാലും തൻ്റെ പ്രിയപ്പെട്ടവളെ മരണം വരെ ചേർത്തു നിർത്താൻ തന്നെയാണ് ഭർത്താവിൻ്റെ തീരുമാനം എന്നതാണ് അനീസയ്ക്ക് ഈ ദുരിതക്കയത്തിലും ലഭിക്കുന്ന ഏക ആശ്വാസം. കണ്ടറിഞ്ഞാൽ നമ്മൾ നിൽക്കുക. എന്ത് പറഞ്ഞാലും പകലാണെങ്കിൽ പകൽ, രാത്രിയാണെങ്കിൽ രാത്രി, അതേ പറ്റുള്ളൂ. അല്ല വേറൊന്നും
പറയാൻ പറ്റൂല. ഞാനത് കുഞ്ഞാലും ഞാൻ ഒരു മനുഷ്യനെ ഞാൻ കഴിക്കില്ല. അത് പഠിച്ചാണ് ക്ഷണിച്ചത്. ആ സാധനത്ത് എനിക്കാണ് ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചേ. അനീസയെ പോലുള്ളവരുടെ അവസ്ഥയ്ക്ക് കാരണം ഡോക്ടർമാരുടെ അനാസ്ഥയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. രോഗം തിരിച്ചറിയാൻ ശ്രമിക്കാത്ത ഡോക്ടർമാരും അവരെ പിന്തുണയ്ക്കുന്ന സംഘടനകളും സർക്കാരുകളും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അറിവില്ലായ്മയിൽ, അവഗണനയിൽ ആജീവനാന്തം കനത്ത പ്രഹരമേറ്റത് നിഷ്കളങ്കരായ സ്ത്രീകൾക്കാണ്. മലപ്പുറത്തു നിന്നും ക്യാമറമാൻ ഷംസുദ്ദീനോടൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം. ഫൗസിയ മുസ്തഫ ഇപ്പോൾ ചേരുകയാണ്. ഫൗസിയ, ആ ഉമ്മ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ കൃത്യമായി മരുന്ന് തരാത്തത് കൊണ്ടാണ് മകൾ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. എന്തുകൊണ്ടോ ആ ഉമ്മയ്ക്ക് ഉണ്ടായ ഒരു ബോധം നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഉണ്ടാകാതെ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഈ ആരോഗ്യരംഗത്തെ കേരള മോഡൽ എന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോഴും ഇത്രയും വലിയ അവസ്ഥയിലൂടെ സ്ത്രീകൾ കടന്നു പോകുമ്പോൾ നമ്മൾ 112 കേസുകൾ പരിശോധിച്ചല്ലേ? അപ്പോഴും ഈ പരിശോധിക്കപ്പെടാത്ത എത്രയോ കേസുകൾ, അപ്പോഴും അതിനെക്കുറിച്ച് ഒരു ബോധം നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമെന്ന് തോന്നുന്നു നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട. തീർച്ചയായിട്ടും ലക്ഷ്മി, ഇത് ഏറ്റവും ചാരിതാർത്ഥ്യം നിറഞ്ഞ നിമിഷമാണെങ്കിലും അത്ര വലിയ ചാരിതാർത്ഥ്യം നമുക്ക് ഈ വിഷയത്തിൽ തോന്നുന്നില്ല. കാരണം ഇത് ഏറ്റവും വലിയ സ്ട്രെയിൻ ഉള്ള ഒരു വാർത്തയായിരുന്നു. കാരണം ഭ്രാന്തുള്ള മനുഷ്യരുടെ ഇടയിലൂടെയായിരുന്നു നമ്മൾ കടന്നു പോകേണ്ടിയിരുന്നത് അത്രയും. അപ്പോൾ ആ ഭ്രാന്തുള്ള നിമിഷത്തിൽ അവർക്ക് ആ ഭ്രാന്ത് സംഭവിച്ചു. അതിൻ്റെ ഹാലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻ എന്ന് പറയുന്ന അവസ്ഥയിലൂടെ കടന്നുപോയി അവർ കുഞ്ഞുങ്ങളെ കൊന്നു. തിരിച്ചവർ ബോധത്തിലേക്ക് വരുമ്പോൾ, അവർ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടത് തിരിച്ചറിയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സംഘർഷമേറിയ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുക. അതിനൊപ്പം ജീവിതത്തിൽ ഒരിക്കൽ പോലും പോലീസ് എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന സ്ത്രീകളായിരുന്നു ഇവരെല്ലാം തന്നെ. ആ സ്ത്രീകളാണ് ഒരു ഉപാധികളുമില്ലാതെ നിയമത്തിൻ്റെ ഒരു പരിരക്ഷയും, ആരോഗ്യ പരിരക്ഷ അവർക്ക് കിട്ടിയില്ല എന്നുള്ളതെല്ലാം അവിടെ നിന്നിട്ട് പോലും പോലീസും അവർക്ക് ഒരു നിയമ പരിരക്ഷ ലഭിക്കാതെ തന്നെ അവർ ജയിലിലേക്കാവുകയാണ് ചെയ്തത്, പ്രസവാനന്തര ചോരയോടുകൂടെ. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വാക്ക് തന്നെ പെരിനാറ്റൽ സൈക്കോസിസ് എന്നാണ്. കോവിഡാനന്തരം നമ്മൾ കേരളത്തിലെ ഫേസ്ബുക്കിലൊക്കെ പലപ്പോഴും കേട്ട ഒരു വാക്കാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. ആ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ ബ്ലൂസ് എന്നുള്ള ഒരു 2 വാക്കുകൾ ചിലപ്പോൾ മേ ബി എല്ലാവരും കേട്ടിട്ടുണ്ടാകും. കാരണം അവിടങ്ങളിൽ ആ സമയങ്ങളിൽ ഡോക്ടർമാർ, ഗൈനക്കോളജിസ്റ്റുകൾക്ക് ആ വാക്കുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതേസമയം തന്നെ പെരിനാറ്റൽ സൈക്കോസിസ് എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ അനുഭവിക്കുന്ന രോഗലക്ഷണങ്ങൾ എന്താണെന്നോ ആർക്കും തന്നെ തിരിച്ചറിഞ്ഞില്ല. ഇത് 2 തരത്തിലുള്ള അനീതിയാണ് എന്ന് തോന്നുന്നു അല്ലേ? ആദ്യം രോഗം തിരിച്ചറിയപ്പെടാതിരിക്കുന്നു, ആരോഗ്യ പരിരക്ഷ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. മറ്റൊന്ന് നിയമപരിരക്ഷ കിട്ടുന്നില്ല. അതിൻ്റെ വിക്ടിമായി നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന, വേണ്ടത്ര പരിഷ്കൃതമല്ലാത്ത ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നിയമപരിരക്ഷയും കിട്ടുന്നില്ല. രണ്ട് തരത്തിലുള്ള വയലേഷൻസ് ആണ്. ഒന്ന്, നമ്മൾ 100 വർഷം പിറകിലാണ് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതായത് കേരളം മാത്രമല്ല കേന്ദ്രം എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ മാനസികാരോഗ്യ നയങ്ങളിലൊന്നും തന്നെ ഈ രോഗത്തെ, മാതൃമാനസികാരോഗ്യ നയത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല. ഇന്നും പെരിനാറ്റൽ സൈക്കോസിസും അതിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും മറ്റു വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും ഇൻഫൻറ്റിസൈഡ് ആക്ട് നിലവിലുണ്ട്. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു ഇൻഫൻറ്റിസൈഡ് ആക്ട് നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ട്. അതുപോലെ അവബോധക്കുറവുണ്ട്, സ്റ്റിഗ്മ, അതായത് ഇവരെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെ ഇവർ കടന്നു പോകുന്നു എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഈ സ്ത്രീകളൊക്കെ തന്നെ ആദ്യം സമീപിച്ചിരിക്കുന്നത് നമ്മുടെ മന്ത്രവാദം, മറ്റ് സംവിധാനങ്ങളെയാണ്. അവർ അതിലേക്ക് നയിക്കുന്നതിന് പകരം ഏറ്റവും അവസാനത്തിൽ കുഞ്ഞുങ്ങളെ കൊന്നതിന് ശേഷവും ഭ്രാന്ത്, അല്ലെങ്കിൽ അതൊരു ചെകുത്താൻ കൂടിയത്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ മറ്റ് ചെയ്തു വെച്ചത്, കൂടോത്രം എന്നുള്ള രീതിയിലേക്കൊക്കെ തന്നെ ഇവർ കൊണ്ടുപോയി. അവസാനത്തിൽ ഈ ഉമ്മയുടെ വാക്ക്, നമ്മൾ ഈ സ്റ്റോറി നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് 30 സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ ദരിദ്രരെന്നോ ധനികരെന്നോ വിദ്യാഭ്യാസമുള്ളവരെന്നോ വിദ്യാഭ്യാസമില്ലാത്തവരെന്നോ എന്നുള്ള കണക്ക് വേർതിരിവോ ഇല്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഞാൻ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വിഷയം കൂടിയുണ്ട്. അത് ഇവിടെ അഡ്രസ്സ് ചെയ്താൽ അതിൻ്റെ ഭീകരതമായ മറ്റു വേർഷനും കൂടെ വരാനൊരുക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ഇതിന് വിക്ടിമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രമേൽ വലിയ ട്രോമകളിലൂടെ ആയിരിക്കും അവർ കടന്നു പോയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അനീസ വിദ്യാഭ്യാസം നേടിയ കുട്ടിയായിരുന്നെങ്കിൽ പോലും, വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഈ അസുഖം വരാനുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഉമ്മ പറയുന്നു, അതായത് ഈ മലപ്പുറത്തെ ഒരു സാധാരണ വീട്ടമ്മയാണ് പറയുന്നത്, ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് ഡോക്ടർ, നിങ്ങൾ ഇവരെ പരിശോധിക്കണം എന്ന് നിർബന്ധമായി
വ്യക്തമായിട്ടും പറയുമ്പോഴും ആ ഡോക്ടർ ആരാണെന്ന് എനിക്കറിയാം. മലപ്പുറത്തെ ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. അവർ നിഷേധിക്കണം. അതിന് മാത്രം പ്രശ്നമുണ്ടോ എങ്കിൽ ഒരു ഡ്രിപ്പ് തരുമെന്ന് അവർ അങ്ങോട്ട് ആവശ്യപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ ആ 2.5 മണിക്കൂർ ആ കുഞ്ഞു കുട്ടിയെ എടുത്തു വെച്ച ആ ഉമ്മ മകൾക്ക് എങ്ങനെയെങ്കിലും ആ മകളുടെ മാനസികാസ്വാസ്ഥ്യം ആണ് എന്ന് ഇവർക്കറിയാം. അമ്മ എന്നുള്ള ജീവിതത്തിൽ കൂടെ നിന്ന് ഒരാൾക്കറിയാമല്ലോ. പക്ഷേ ഡോക്ടർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാതെ ഡോക്ടർ അത് ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ്. അന്ന് രാത്രി 2 മണിക്ക് അവർ ആ കുഞ്ഞിനെ കൊല്ലുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, അവരിനി എവിടേക്കാണ് ജീവിതത്തിലേക്ക് പോകേണ്ടത്? ഡോക്ടറുടെ അടുത്ത് അവർ പോയില്ലേ? അപ്പോൾ സിസ്റ്റത്തിന് വലിയ തകരാറുകൾ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും ആവശ്യപ്പെടുകയാണ്, മരുന്ന് വേണം, പറഞ്ഞിട്ട് പോലും കൊടുക്കുന്നില്ല, അത് അഡ്രസ് ചെയ്യുന്നില്ല. അവർക്ക് സൈക്കാട്രി അത് മെൻ്റലി ഓക്കെ അല്ല, തൻ്റെ മകൾ മെൻ്റലി എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവരുടെ മാനസികാസ്വാസ്ഥ്യം അവർക്ക് എണീക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ പറയുമ്പോഴും എങ്കിൽ നിങ്ങൾ മറ്റു ആശുപത്രികളിലേക്ക് മാറ്റൂ, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കൂ എന്നുള്ളത് അവർ നിർബന്ധമായും പറയേണ്ടിയിരുന്നതാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഗൈനക്കോളജിസ്റ്റ് തന്നെയായിരുന്നു അവർക്ക്. മാത്രമല്ല ഹോർമോൺ വ്യതിയാനങ്ങളാണെന്ന് ആ അമ്മ 5 വർഷങ്ങൾക്ക് ശേഷം ആ വാക്ക് അവർ ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ വാക്ക് അവർ അത്രമേൽ ആഴത്തിൽ അവരെ സ്പർശിച്ചിരിക്കുന്നു എന്നുള്ളത്. കാരണം ആ അമ്മയ്ക്ക് ഹോർമോൺ വ്യതിയാനം എന്താണെന്ന് അറിയില്ല, പെരിനാറ്റൽ സൈക്കോസിസ് എന്താണെന്ന് അറിയില്ല, പ്രീപാർട്ടം സൈക്കോസിസ് എന്താണെന്ന് അറിയില്ല, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്താണെന്ന് അറിയില്ല. പക്ഷേ അമ്മയോട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഹോർമോൺ ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് അവർ പറഞ്ഞിട്ടും അത് കേൾക്കാതിരിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചു ആരോഗ്യ പ്രവർത്തകർ എന്നുള്ളതാണ്. ഇതിൽ സ്റ്റേറ്റിന് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. അതായത് സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നമ്മളിപ്പോൾ കോവിഡ് കാലത്താണെങ്കിലും കോവിഡാനന്തരമാണെങ്കിലും മറ്റ് പല രീതിയിലാണെങ്കിലും നമ്മളുടെ അവയർനെസ് എന്ന് പറയുന്നത് ഒരു കൈ കഴുകുന്നത് അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ഭീകരമായ രീതിയിൽ നമ്മൾ, ഭീകരം എന്നല്ല നല്ല രീതിയിൽ തന്നെ ഒരു വലിയ അവബോധം ആളുകൾക്കിടയിൽ വരികയും ആ രോഗം വരാതിരിക്കാനുള്ള ശ്രദ്ധ ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം കഴിഞ്ഞ 100 വർഷം എന്നേ ഞാൻ പറയുള്ളൂ. അതിനപ്പുറത്ത്, അതായത് BC 400 ഹിപ്പോക്രാറ്റ്സ് കണ്ടുപിടിച്ച അവരുടെ കാലത്തെ അഡ്രസ്സ് ചെയ്ത അസുഖമാണ്. എന്നിട്ടും നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എത്രയോ സ്ത്രീകൾ, ഇപ്പോൾ അനീസ ഒരു കുഞ്ഞിനെയാണ് കൊല്ലുന്നത്. നമ്മൾ വരാനിരിക്കുന്ന സീരീസിൽ നിന്ന നിൽപ്പിൽ 6 കുഞ്ഞുങ്ങളെ കൊന്ന സ്ത്രീകളുണ്ട്. നിന്ന നിൽപ്പ് നോക്കൂ, 6 കുഞ്ഞുങ്ങൾ അവർ നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണ് ആളുകൾ പറയുക. പക്ഷേ ആ സാഹചര്യം എന്തായിരുന്നു എന്നും ആളുകൾ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. അവർ ഏത് അവസ്ഥയിലൂടെയാണ്. അതിൽ വലിയ വീഴ്ച എന്ന് പറയുന്നത് സർക്കാർ ഒന്നും തന്നെ പുനഃപരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വിവരാവകാശം തേടിക്കൊണ്ട് ജയിൽ DGPനെയും നമ്മുടെ സംസ്ഥാന പോലീസ് DGPക്കും എഴുതിയിരുന്നു. അപ്പോൾ അദ്ദേഹം ജയിൽ DGPയെ നേരിൽ കണ്ടിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ട്, മാഡം നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണോ? അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ പോസ്റ്റ് മാർട്ടം എന്നല്ലേന്ന്, അതായത് എനിക്ക് തെറ്റിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പറഞ്ഞല്ല, അല്ല സർ ഇത് തന്നെ പോസ്റ്റ് പാർട്ടം. അപ്പോൾ എൻ്റെ അടുക്ക പറയുന്നു, ഞാൻ എൻ്റെ ലൈഫിൽ സർവീസിൽ ഇതുവരെ കേട്ടിട്ടില്ല, എനിവേ യു ക്യാൻ ക്യാരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദമായി നമുക്കത് സംസാരിക്കാം. ഇപ്പോൾ ഡോക്ടർ G. രാകേഷ് ചേരുകയാണ്. അദ്ദേഹം സൈക്കാട്രിക് സോഷ്യൽ വകുപ്പിലെ ലെക്ചറാണ് ഇംഹാൻസിലെ. ഡോക്ടർ രാകേഷ്, എന്തുകൊണ്ടായിരിക്കാം കേരളം ഇതുവരെയും പെരിനാറ്റൽ സൈക്കോസിസ് എന്ന വാക്കുപോലും കേൾക്കാത്തത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ, ഈ അന്വേഷണ പരമ്പരയ്ക്ക് ഒടുവിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. എന്തുകൊണ്ടായിരിക്കാം ആരോഗ്യരംഗത്തെ കേരള മോഡൽ എന്ന് നമ്മൾ ഇങ്ങനെ കൊട്ടിഘോഷിക്കുമ്പോഴും നമ്മൾ ആ വാക്കുപോലും കേൾക്കാത്തത് എന്തുകൊണ്ടാകാം? പെരിനാറ്റൽ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, അതിനെ പറ്റിയിട്ടുള്ള അവബോധം എനിക്ക് തോന്നുന്നു നമ്മൾ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ തന്നെ വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കും ആരോഗ്യ പ്രവർത്തകർ തന്നെ ഇതിനെപ്പറ്റി വേണ്ടത്ര ബോധവാന്മാരല്ലാത്തത് കൊണ്ടായിരിക്കാം മീഡിയയും ബാക്കിയുള്ള പൊതുജനവും എല്ലാം ഈ ഒരു വാക്കിനെ കേൾക്കാതിരിക്കുന്നത്, അറിയാതിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആഴം നോക്കുകയാണെങ്കിൽ ഈ പെരിനാറ്റൽ സൈക്കാട്രിക് ഡിസോർഡർ അഥവാ ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകാവുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് നമുക്കതിനെ മലയാളത്തിൽ പറയാം. ഈ ഒരു സംഗതി നൂറ്റാണ്ടുകളായിട്ട്, അല്ലെങ്കിൽ എന്ന് സ്ത്രീ ഉണ്ടോ ആ സമയം മുതൽക്ക് തന്നെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷേ ആധുനിക ഒരു വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ആധുനികമായിട്ട് ഈ മനഃശാസ്ത്രവും മാനസികാരോഗ്യ പരിചരണം ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും ഇത് വേണ്ടത്ര ഒരു അറിവ് നമ്മളുടെ ആരോഗ്യ പ്രവർത്തകർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് പുറത്തേക്കധികം സംസാരിക്കപ്പെടാത്തത്. അപ്പം ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മക്കളെ കൊല്ലുന്ന അമ്മമാരുടെ വിഷയം എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് വളരെയധികം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അമ്മമാരുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ മാതൃ മാനസികാരോഗ്യം വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ വലിയൊരു ആഴത്തിലുള്ള ഒരു വിഷയമാണ്.
അത് നിർബന്ധമാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ട വളരെ അത്യാവശ്യമുള്ളൊരു ഘട്ടമായിട്ട്. ഡോക്ടർ രാകേഷ്, എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ഇത് തിരിച്ചറിയാതെ പോകുന്നത്? ഇത്തരത്തിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചവരൊക്കെ അങ്ങനെ ഒരു സമ്മർദ്ദം ആരോഗ്യ വകുപ്പിലൊക്കെ ചെലുത്തിയിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? എൻ്റെ അറിവിൽ മാതൃമാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ അമ്മ മനസ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ പിന്നീട് അത് എവിടെയോ പോയി മറിഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ അമ്മ മനസ്സ് എന്നുള്ള പരിപാടി അല്ലെങ്കിൽ ആ സേവനം വീണ്ടും അത് അമ്മമാരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അമ്മമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനും വേണ്ട ഇടപെടലുകൾ നടത്താനും സാധിക്കും. അങ്ങനെ ഒരു പരിപാടി ഗവൺമെൻറ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പം നിലവിലില്ല, അല്ലെങ്കിൽ ഇപ്പം അത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. വേറെ ഭാഗങ്ങളിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിവില്ല. പക്ഷേ അത് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വളരെയധികം ശക്തമായിട്ട് തിരിച്ച് എത്തിക്കേണ്ട ഒരു സംഗതിയാണ്. അതിന് പുറമെ ചെയ്യേണ്ടത് ആദ്യം നമുക്കൊരു കൃത്യമായിട്ടുള്ള മാതൃമാനസികാരോഗ്യ നയം, നമുക്ക് ഓൾറെഡി ഒരു മെൻ്റൽ ഹെൽത്ത് പോളിസി എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ അതിൽ വളരെ കുറച്ചുകൂടി ആഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് മാതൃമാനസികാരോഗ്യം കൂടി. അപ്പം ആ മാതൃമാനസികാരോഗ്യം ശ്രദ്ധിക്കുന്ന ലെവലിൽ നമ്മളുടെ നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, മെൻ്റൽ ഹെൽത്ത് പോളിസിയിലെല്ലാം മാറ്റങ്ങൾ വരികയും അതിനുശേഷം നമ്മൾ ഈ മാതൃമാനസികാരോഗ്യ സംബന്ധിയായിട്ട് ആരോഗ്യ പ്രവർത്തകർക്ക്, അത് ഗൈനക്കോളജിസ്റ്റുകൾ, മാനസികാരോഗ്യ പ്രൊഫഷണലുകൾ, അതായത് സൈക്കാട്രിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റുകൾ, ഈവൻ പീഡിയാട്രീഷ്യനും ഈ ഒരു ഏരിയയിൽ നഴ്സസ്, എത്രയും ആൾക്കാർക്കെങ്കിലും ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ധാരണ വേണം. അതോടൊപ്പം നമുക്ക് വേണ്ടതാണ് ആശാ വർക്കേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ്, ഇത്രയും ആൾക്കാരിലേക്ക് ഈ മാനസികാരോഗ്യ സംബന്ധിയായിട്ടുള്ള പരിശീലനം കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും അതുവഴി ഉണ്ടായേക്കാവുന്ന ചികിത്സിക്കപ്പെടാതെ പോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ നമുക്കൊരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യം അവയർനെസ് വേണ്ടത് എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും പൊതുജനങ്ങൾക്ക് വേണം. അതിലുപരി ആദ്യം അത് തിരിച്ചറിയേണ്ടത് ആരോഗ്യ മേഖലയിലുള്ളവർ തന്നെയല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലുള്ളവർ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തെപ്പറ്റി നമ്മൾ തിരിച്ചറിയേണ്ടതും ഇടപെടലുകൾ നടത്തേണ്ടതും. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇപ്പം ഗർഭാവസ്ഥയിൽ നമ്മൾ പോകുന്നത് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ്. ഗർഭാവസ്ഥയിൽ നമ്മൾ അംഗൻവാടി ടീച്ചേഴ്സ് അവിടെ ഇടപെടുന്നുണ്ട്, ആശാ വർക്കേഴ്സ് ഇടപെടുന്നുണ്ട്. അപ്പം ഇവർക്ക് വളരെയധികം മറ്റു നഴ്സസ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ്, അവരൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഇതിനെ പറ്റിയുള്ള ആഴത്തിലുള്ള അറിവ്, പരിശീലനം നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുവഴി നേരത്തെ തന്നെ അമ്മമാരിലുണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും ചികിത്സ ആരംഭിക്കാനും പറ്റും. അത് തിരിച്ചറിയുന്ന മുറയ്ക്ക് ഈ ആരോഗ്യ പ്രവർത്തകർ, മാനസികാരോഗ്യ പ്രവർത്തകർക്ക്, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് ഈ അമ്മമാരെ ചികിത്സയ്ക്കായിട്ട് പറഞ്ഞയക്കുകയും മാനസികാരോഗ്യ പ്രവർത്തകരും അതേസമയം ഈ ഒരു ഏരിയയിൽ കൃത്യമായിട്ട് ട്രെയിനിങ് നേടേണ്ടതുണ്ട്. ഒരു പക്ഷേ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് MD സൈക്യാട്രി അല്ലെങ്കിൽ MPhil ക്ലിനിക്കൽ സൈക്കോളജി, MPhil സൈക്യാട്രി സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ MSc സൈക്യാട്രി നഴ്സിംഗിൻ്റെ സമയത്തും ഈ ഒരു ഏരിയ, അത് മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ പെരിനാറ്റൽ സൈക്യാട്രി ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളും കേസുകൾ കാണുന്നതും ഒക്കെയും ഒരു പരിധിവരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മെൻ്റൽ ഹെൽത്തിൽ ഊന്നിക്കൊണ്ട് ഈ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ പരിശീലനത്തിലും ചെറിയ മാറ്റങ്ങൾ വരികയും അവർ കൂടുതൽ എക്യുപ്ഡ് ആവണം ഇങ്ങനത്തെ കേസുകൾ കാണാനും. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഡോക്ടർ രാകേഷ്, താങ്കൾ കരിയറിൽ ഇത്തരം കേസുകൾ കണ്ടിട്ടുണ്ടാകും, കടന്നുപോയിട്ടുണ്ടാകും. എന്താണ് ഈ സ്ത്രീകളെ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക്, ഇങ്ങനെയൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് പൊതുവായി പറയാൻ കഴിയുക? ഇപ്പം കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഈ അമ്മമാരുടെ മാനസികാരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിംഹാൻസിലെ ട്രെയിനിങ് മുതൽക്ക് ഇപ്പം ഇംഹാൻസിലെ വർക്ക് വരെ.
നമുക്ക് കൂടുതലായിട്ടും ഹോർമോണൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയാം ഫിസിക്കൽ അല്ലെ ബയോളജിക്കൽ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. 2, അവരുടെ പേഴ്സണാലിറ്റി അതും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെടാനുള്ള കഴിവുകൾ, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട സൈക്കോളജിക്കൽ റീസൺസ് കാര്യമാണ്. പിന്നെ ഒന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സാമൂഹ്യപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഡൊമസ്റ്റിക് വയലൻസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, മറ്റ്. അപ്പം നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ശാരീരികവും മാനസികവും സാമൂഹ്യപരമായിട്ടുള്ള കാരണങ്ങളാണ് അമ്മമാർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അത് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് മാറ്റുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പം നമ്മൾ ഒരു ഫാക്ടർ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് 3 കാരണം നമ്മൾ പറയാം സാധാരണ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്നാണ്. അപ്പം ബയോളജിക്കലായിട്ടുള്ള, സൈക്കോളജിക്കലായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള കാരണങ്ങളാണ് ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. ഫൗസിയ, ഈ ഇതൊക്കെ പറയുമ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മളും സ്വയം വിമർശനപരമായി കാണേണ്ടുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ആദ്യം കൊടുക്കുന്നത് എന്ത് തലക്കെട്ടായിരിക്കും എന്നുള്ളത്. ഇവളും അമ്മയോ എന്ന മട്ടിലുള്ള തലക്കെട്ടാണ് ഉറപ്പായും. ഇതുവരെയും നമ്മൾ അതാണ് കണ്ടിട്ടുള്ളത്. ആ രീതിയിലുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളിൽ പോലും വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ, നമ്മൾ ആരും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല. അത് മാറി നിന്ന് കുറ്റം പറയുകയല്ല, ഒരു തിരുത്തലാണ് അല്ലേ നമ്മളിവിടെ നടത്തുന്നത്. അതായത് സ്വയം തിരുത്തലാണ്. മറ്റുള്ളവരെ തിരുത്തേണ്ടി വരുന്നവരായിരുന്നു. അതായത് ഈ വിഷയങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ കൊലപാതകങ്ങൾ ഞാൻ ഇപ്പോൾ 90 മുതൽ ഉള്ള ഒരു സ്റ്റഡിയാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് 80കളിലോ 80 ശേഷം നടന്നതൊന്നും പോലീസിൻ്റെ അടുത്ത് രേഖകൾ പോലും ഇല്ല. വിവരാവകാശത്തിൻ്റെ പരിധിയിൽ ഇപ്പോൾ പോലീസ് ഉൾപ്പെടാത്തത് കൊണ്ട് തന്നെ വലിയൊരു സ്ട്രെയിൻ അതിനുവേണ്ടി എടുക്കേണ്ടി വന്നു എന്നുള്ള. പഴയ കാലത്തെ വാർത്തകൾ ശേഖരിക്കുക, അവരെ തേടിപ്പോവുക. അതായത് 17 വർഷങ്ങൾക്ക് ശേഷമൊക്കെ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ സ്ത്രീയെ 17 വർഷത്തിന് ശേഷമൊക്കെ ഇപ്പോൾ കോട്ടയം SP കൊണ്ടുവന്ന് ജയിലിലിട്ട് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? കുഞ്ഞിനെ കൊന്നുപോയ അമ്മയെ. കാരണം അത്രമേൽ വലിയ ശുഷ്കാന്തി പോലീസിന് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. വളരെ മോശം പ്രവൃത്തിയാണെന്ന് അവർക്ക് തോന്നാത്തിടത്തോളം കാലം അതിനെ തിരുത്തേണ്ടത് അത് സർക്കാർ തന്നെയാണ്. ഇതിൽ മാധ്യമങ്ങൾ പാലിച്ച ഒരു വലിയ എന്താ പറയുക, ഒരു സൂക്ഷ്മത കുറവുണ്ടായിരുന്നു. അതായത് ഇത്തരം വാർത്തകൾ നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. പോലീസ് വലിയ സ്റ്റോറി റൈറ്റേഴ്സ് ആയിരിക്കും. അവർ പറയുന്ന അതേ വാർത്തകൾ നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ ക്രൂരം, നീചം, നിർദ്ദയം, പൈശാചികം എന്നുള്ള വാക്കുകൾ തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഇംഗ്ലീഷ് മാധ്യമങ്ങളും പുറത്തൊന്നുമല്ല. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ, അതായത് പെരിനാറ്റൽ സൈക്കോസിനെ അഡ്രസ്സ് ചെയ്യുന്ന, അഭിസംബോധന ചെയ്യുന്ന രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ അതിനെ പെരിനാറ്റൽ സൈക്കോസിസ് എന്നാണ് ചാനലുകളിലും പത്രങ്ങളിലൊക്കെ അവർ വരുന്നത്. അതേസമയം തന്നെ അവർ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ ചെല്ലുമ്പോൾ അതിനെ അവരുടെ ഒരു വിവേചനം കാണിക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ സ്ത്രീ പൈശാചികമായി കുഞ്ഞുങ്ങളെ കൊന്നു എന്നുള്ള രീതിയിൽ തന്നെ. അപ്പം നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടോ ഇൻപുട്ടിന്റെ ഭാഗമാണത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ മാതൃത്വം എന്ന് പറയുന്നത് അത്രയും മഹനീയമായ ഒരു പദവിയാണ്. ആ മഹനീയ പദവിയിലിരുന്ന് ചെയ്യുന്ന സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അത്യന്തം നീചമാണ് എന്ന ഒരു കാഴ്ചപ്പാട് അല്ലേ? ആ ഒരു പരമ്പരാഗതമായ ആ കാഴ്ചപ്പാടാണ് എല്ലായിടത്തും വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ പോലീസ് സംവിധാനത്തിനകത്തും ഒക്കെ പോലീസിന്റെ സംവിധാനത്തിനകത്തും ഉണ്ട് എന്ന് മാത്രമല്ല, ഇതിൽ മാധ്യമങ്ങൾക്കകത്താണ് വലിയ രീതിയിൽ. കാരണം പിന്നെ ജുഡീഷ്യറിക്ക് കഴിഞ്ഞ വർഷം ഹൈക്കോടതിയിലെ ഒരു ജഡ്ജാണ് ചോദിച്ചത്, നിങ്ങൾ അമ്മ എന്ന് വിളിക്കാൻ നിങ്ങൾ അർഹയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കേസിനകത്ത്. കാരണം അവരാണ് ആ വിധി പറയുന്നത്. അപ്പോൾ ഒരു കേസിനകത്ത് ആ കൊല്ലത്തെ ഒരു കുട്ടി, നമ്മൾ ആ സ്റ്റോറികളൊക്കെ പിന്നീട് വരും, അവൾക്ക് എൻ്റെ കുഞ്ഞെന്തായി എന്ന് ചോദിക്കുന്നു ബോധം വരുമ്പോൾ. അപ്പോൾ കുഞ്ഞിനെ കൊന്നു, കുഞ്ഞിനെ നീ കൊന്നോ എങ്കിൽ കൊന്നോ, മരിച്ചോ ചോദിച്ചു. എന്നാൽ എനിക്ക് അവസാനമായിട്ടൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ നിഷേധിക്കുകയാണ്. ജഡ്ജി ഒരു സ്ത്രീ ആയിരുന്നു, മനസ്സിലായോ? മജിസ്ട്രേറ്റ് ഒരു സ്ത്രീ ആയിരുന്നു. മജിസ്ട്രേറ്റ് പറയാണ്, നീ കുഞ്ഞിനെ കൊന്നതല്ലേ, നീ കുഞ്ഞിനെ കാണണ്ട. അപ്പോൾ അവരുടെ അവസാനത്തെ ആഗ്രഹം, ഭൂമിയിൽ അവസാനത്തെ ആഗ്രഹം തന്നെയാണ്. അവരേത് അവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്ന് ജുഡീഷ്യറിക്ക് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പോലീസിനും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അവർ ഈ പോലീസിൻ്റെ ജുഡീഷ്യറിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു CI ആയിരുന്നു, വനിതാ CI ആയിരുന്നു. അവരോടും പറയുന്നുണ്ട്, മാഡം എനിക്ക് അവസാനമായിട്ട് കുഞ്ഞിനെ കാണണം എന്ന് പറയുമ്പോഴും കുഞ്ഞിനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് മാധ്യമങ്ങളിൽ വരിക. അവൾ കുഞ്ഞിനെ അവസാനമായി കാണാൻ ചോദിച്ചു. ചിലപ്പോൾ പറയും കുഞ്ഞിനെ കൊന്നത് സമ്മതിച്ചാലും മാധ്യമങ്ങൾ പറയും വേഗം സമ്മതിച്ചു എന്നുള്ളതല്ല അവർ പറയുക. അവർക്ക് ഒരു കൂസലുമില്ലാതിരുന്നു, എല്ലാം തുറന്നു സമ്മതിച്ച് എന്നാണ് പറയുക. എങ്ങനെയാണ് അവർ തുറന്ന് സമ്മതിക്കുക? അവർ പ്ലാൻഡ് ആണെങ്കിലല്ലേ തുറന്ന് സമ്മതിക്കാതിരിക്കൂ? അവർ ബോധത്തിൽ, അങ്ങനെയുണ്ടൊരു പ്രശ്നം. ബോധത്തിൽ ഞാനാണ് ചെയ്തത് എന്നുള്ളത് അവർക്ക് പറയേണ്ടി വരികയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, അവരുടെ കൈകൊണ്ട് പറ്റിയതാണോ, അല്ലെങ്കിൽ എനിക്ക് ഇത് 302 എന്നുള്ള വകുപ്പുണ്ടെന്നും ആ വകുപ്പിനെ തുടർന്ന് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരികയെന്നും എനിക്ക് കൊലക്കുറ്റമുണ്ടെന്നും എനിക്ക് ജാമ്യം പോലും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതൊന്നും അറിയുമായിരുന്നെങ്കിൽ അവർ കൊല്ലുമോ? ബോധത്തിലല്ല ഒരു സ്ത്രീയും കൊന്നത്. അപ്പോൾ
വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൽ അമ്പേ പരാജയമാണ്. നമ്മളെല്ലാ വാർത്തകളും എടുത്ത് ഈ ക്രൈം ബുള്ളറ്റിനുകൾ പ്രത്യേകം, എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രൈം ബുള്ളറ്റിനുകൾ കൈകാര്യം ചെയ്യുന്നത് മീഡിയ ഉള്ളത്. ആ മീഡിയയിൽ പോലും അതിനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്തിട്ടില്ല. പോലീസ് എന്താണോ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തത് അത് അതുപോലെ തന്നെ നമ്മൾ വിഷ്വലൈസേഷനോ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് വിഷ്വൽസിൻ്റെ സഹായത്തോടു കൂടി അതൊന്നും കൂടി ആളുകളിലേക്ക് വീണ്ടും ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ സ്ത്രീകളാണ്. അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ടായിപ്പോയി. ഒരു ദിവസത്തേക്കല്ല, എക്കാലത്തേക്കും. ഇനി ബാക്കി അവരുടെ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടായിപ്പോയി. അവരെ തള്ളിയിട്ടത് വലിയ ട്രോമയിലേക്കാണ്. അതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ ഈ അസുഖമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടില്ലെങ്കിലും ഇവർക്ക് സ്വന്തമായ ഏജൻസികൾ ഇല്ലെങ്കിൽ പക്ഷെ നമ്മൾക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു. ആ സമയത്ത് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇത് അന്വേഷിക്കാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇത്തരം കേസുകൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് ഒരാളും അന്വേഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ പോലീസിനോട് ചോദിച്ചിട്ടില്ല. പോലീസിൻ്റെ അടുക്കൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും സ്റ്റഡി ഇതിനകത്ത് നടത്തിയിട്ടുണ്ടോ, ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ, സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് അവരുടെ ഉത്തരം. ജയിൽ വകുപ്പ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഈ ആരോഗ്യ വകുപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരോഗ്യ വകുപ്പും കൊടുത്തിട്ടില്ല, IMA പോലുള്ള സംഘടനകൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ സൈക്യാട്രി. ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, നമ്മളിപ്പോൾ പുറത്തുവിട്ട ഈ റിപ്പോർട്ട് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. 112 കേസുകളാണ് നമ്മൾ അന്വേഷണ വിധേയമാക്കിയിരിക്കുന്നത്. കേരളം പെരിനാറ്റൽ സൈക്കോസിസ് എന്ന വാക്കുപോലും അപരിചിതമായ ഒരു സ്ഥലമാണ് എന്ന തിരിച്ചറിവ് ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് അതറിയില്ല, രാഷ്ട്രീയക്കാരും അതിൽ അത്ര ബോധ്യമുള്ളവരല്ല എന്നാണ് തോന്നുന്നത്. താങ്കൾ ഈ കേസുകളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ശ്രീമതി ബിന്ദു കൃഷ്ണ? മാധ്യമങ്ങളിലൂടെ ഇത്തരം വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അവിശ്വസനീയവും തികച്ചും അപ്രതീക്ഷിതവും അതിലേറെ ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവമായിട്ട് പലതും കാണുകയും കേൾക്കുകയും, അപ്പോഴെല്ലാം ഇതൊക്കെ ആവർത്തിക്കുന്നല്ലോ, ഇതിന് നടപടി എടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന ചിന്തയും കിട്ടാവുന്ന വേദികളിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാറുമുണ്ട്. പക്ഷേ ന്യൂസ് മലയാളം ചാനൽ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്ന ആ പഠന വിധേയമാക്കിയതിനു ശേഷം പുറത്തു കൊണ്ടുവന്ന എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കുന്നതാണ്. കാരണം അമ്മ തന്നെ എന്താ പറയാ, പണ്ട് മുതൽ കവിഭാവനയ്ക്ക് അനുസരിച്ചും സാധാരണ നമ്മുടെ സംഭാഷണത്തിലുമൊക്കെ എപ്പോഴും കയറി വരുന്ന ഒരു വാചകമാണ് 10 മാസം ചുവന്ന് നൊന്ത് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തി എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായ പ്രതികരണത്തിന്റെ ഭാഗമായി വരുന്നത്. പക്ഷെ അത്തരം നൊന്ത് പ്രസവിക്കുന്ന ഒരു അമ്മയ്ക്ക് എങ്ങനെ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയാൻ കഴിയുന്നു എന്നത് എത്ര ആലോചിച്ചിട്ടും ഒരു പ്രൂഡന്റ് മാന് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മൾ ആധുനിക ശാസ്ത്ര ലോകത്തിന്റെ വളർച്ചയിൽ നമ്മൾ തിരിച്ചറിയുന്നു ഇത്തരം മാനസിക വൈകല്യങ്ങൾ മനുഷ്യരെ വല്ലാതെ പിടികൂടുന്നു എന്നുള്ളത്. ആധുനിക ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ഈ പറയുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ശാരീരിക ആരോഗ്യത്തിന് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നുവോ അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. അതൊരു സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്, സമൂഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ആ കർത്തവ്യം നമ്മൾ എല്ലാവരും നടത്തിക്കൊണ്ട് പോകണം. അല്ലെങ്കിൽ പുതിയൊരു ശ്രേണിയിലുള്ള പ്രവർത്തനം ആ വഴിക്ക് ആരംഭിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കണക്ക് നമ്മളോട് പറയുന്നത്. തീർച്ചയായും ആരോഗ്യ പ്രവർത്തകർക്കടക്കം ഈ കാര്യത്തിൽ ബോധവൽക്കരണം ആവശ്യമുള്ള ഒരു സന്ദർഭമാണ്. അതിൽ അമ്മ മനസ്സ് എന്ന് പറയുന്ന പദ്ധതി അത് പാതി വഴിയിൽ നിലച്ചു എന്നാണ് ഡോക്ടർ രാകേഷ് കുറച്ചു നേരം മുമ്പേ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കൂടി ശക്തമാക്കേണ്ടി വരും എന്ന് തോന്നുന്നു ശ്രീമതി ബിന്ദു കൃഷ്ണ. അത് തന്നെയാണ്. എത്ര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഈ സർക്കാർ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ പദ്ധതികൾ ആരോഗ്യ രംഗത്ത് അമ്മയും കുഞ്ഞും പദ്ധതി അടക്കമുള്ള അമ്മ മനസ്സ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പദ്ധതികൾ ഉണ്ട് എങ്കിലും അതൊന്നും സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ദൂർത്തുകൊണ്ട് അതൊന്നും നടക്കാതെ പോകുന്നു. നിരന്തരമായി ആവർത്തിച്ച സമരങ്ങളിലൂടെ ആവശ്യപ്പെട്ടിട്ട് നിവേദനങ്ങൾ നൽകിയിട്ടും അത്തരം രംഗത്തേക്ക് ഒന്ന് കണ്ണു തുറക്കാൻ പോലും ഈ സർക്കാർ തയ്യാറാകുന്നില്ല. സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി സമൂഹ പരാജയമാണ്. എവിടെയെങ്കിലും ആരെങ്കിലും മരിക്കുമ്പോൾ വന്ന് കണ്ണാടി ഉയർത്തിക്കാട്ടി കണ്ണു തുടക്കുന്നതും വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ റിപ്പോർട്ട് നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലളിതവൽക്കരിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്നതുമാണ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ചെയ്യുന്നത്. കഴിവുകേടിന്റെ പര്യായമായ അവരെ മാറ്റിയിട്ട് ഈ രംഗത്ത് അനിവാര്യമായ മാറ്റങ്ങൾ പിണറായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും
ഉണ്ടാകേണ്ടത് ഈ നാടിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. നമ്പർ വൺ ശരി, ആരോഗ്യ ശ്രീമതി ബിന്ദുകൃഷ്ണ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഇപ്പോൾ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ കൂടി ചേരുകയാണ്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഈ കേസുകൾ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പെരിനാറ്റൽ സൈക്കോസിസ് എന്ന വാക്കുപോലും നമ്മൾ ഇപ്പോൾ ആദ്യമായി കേൾക്കുന്ന മട്ടിലാണ്. നമ്മുടെ ക്രൈം റെക്കോർഡ്സുകളിലൊന്നും ആ വാക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. 2 തരത്തിലുള്ള അനീതികൾ സ്ത്രീകൾ അനുഭവിക്കുന്നു. ആരോഗ്യ രംഗത്ത് നിന്ന് അത് ആ രോഗം തിരിച്ചറിയുകയോ അതിന് ചികിത്സ കൊടുക്കുകയോ ചെയ്യുന്നില്ല. രണ്ടാമത്, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായി അവർ ജീവിതത്തിൽ ഇരുണ്ട അറകളിൽ ആയി പോകുന്നു. അവർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. ഈ വാക്ക് ക്രൈം റെക്കോർഡ് ബ്യൂറോകളിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായൊരു വിഷയം തന്നെയല്ലേ? നിങ്ങളിപ്പോ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു ദൗത്യം വളരെ പ്രാധാന്യത്തോടുകൂടി കാണുകയാണ്. ഞാൻ ന്യൂസ് മലയാളം ചാനലിനെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാര്യം കേരളത്തിൽ കേരളം എല്ലാ കാര്യത്തിലും മുന്നിലാണെന്ന് നമ്മൾ എപ്പോഴും അവകാശപ്പെടും. അത് മാതൃ ശിശു സംരക്ഷണ കാര്യത്തിലൊക്കെ കേരളം വളരെ മുന്നിലാണ് എന്ന് നമ്മൾ ഒരു വശത്ത് പറയുകയും, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ അമ്മമാർ തന്നെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നു. അത് പ്രസവശേഷം പെൺകുട്ടികൾക്കുണ്ടാകുന്ന വല്ലാത്ത വിഭ്രാന്തികൾ ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ അവര് വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതൊക്കെയുള്ള വലിയ ഒരു പ്രതിസന്ധിയുണ്ട്. ഇതിനകത്ത് ഞാനതിനെ കാണുന്ന ഒരു സാമൂഹിക പ്രശ്നമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. അപ്പൊ ഇത് നമുക്ക് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചടക്കം വലിയ ഗവേഷണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെരിനാറ്റൽ സൈക്കോസിസ് എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ വാക്കാണ് എന്ന് പറയുമ്പോഴും ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ പരിഹാരം കാണാൻ പറ്റും. ഒരുപാട് മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ ഈ അമ്മമാര് ആ കുട്ടികളുടെ ഒരു ഗർഭാവസ്ഥയിൽ തുടക്കം മുതൽ ആ കുട്ടികളെ അത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള വിഭ്രാന്തികളുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട ഒരു ഇത് കൊടുക്കാം, കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് വരുന്ന പണം അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാ കാലത്തും ഇതുപോലെയുള്ള മാതൃ ശിശു സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ പണം മാറ്റിവെക്കുന്നത് വളരെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത്തരം പദ്ധതികൾക്ക് വേണ്ടി പണം കണ്ടെത്താനും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും നമുക്ക് കഴിഞ്ഞേ മതിയാവും. അപ്പൊ ഇതിനകത്ത് നമുക്ക് 2-3 കാര്യങ്ങൾ എനിക്ക് തോന്നാറുണ്ട്. ചില സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ ഇപ്പോ അവിവാഹിതരായിട്ടുള്ള അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവരുടെ ഗർഭം പോലും മറച്ചു വെക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരമ്മ എന്നുള്ള നിലയിൽ വല്ലാത്ത ഞെട്ടലാണ് എനിക്കുണ്ടാവുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാവുന്നത് വല്ലാത്തൊരു സോഷ്യൽ സ്റ്റിഗ്മ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പല പല കാരണങ്ങൾ ഇതിനുണ്ട്. ആ ഘടകങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായി നമുക്ക് വേർതിരിച്ച് കാണാൻ നിങ്ങൾ നടത്തുന്ന ഈ സർവേ അല്ലെങ്കിൽ ന്യൂസ് മലയാളം നടത്തുന്ന ഈ പഠനം കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് വേണം. അത് ഗവൺമെന്റ് ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഗവൺമെന്റ് ഇടപെടേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് കൗമാരപ്രായം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഫലപ്രദമായിട്ട് നമുക്ക് എല്ലാം ഒരു നെയിം സേക്കല്ലേ, പേരിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പദ്ധതി പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്തരം പ്രശ്നങ്ങൾ വളർന്നു വരുന്നതെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ വലിയ സർവേയും അതുപോലെ തന്നെ അതിന്റെ റിപ്പോർട്ടും ഒക്കെ പുറത്തു വരട്ടെ. ആരോഗ്യവകുപ്പ് കുറെ കൂടി കണ്ണു തുറന്ന ഈ വിഷയങ്ങൾ നോക്കിക്കാണാൻ തയ്യാറാവണം. നിങ്ങൾ കേന്ദ്ര സർക്കാരിന് ഇത് സമർപ്പിക്കണം. കക്ഷി രാഷ്ട്രീയത്തിന്റെ കുഴൽക്കണ്ണാടിയിൽ കൂടി നോക്കിക്കൊണ്ട് നമുക്ക് ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല. സയന്റിഫിക് ആയിട്ടുള്ള തീർത്തും ശാസ്ത്രീയമായിട്ടുള്ള പിൻബലത്തോടു കൂടിയുള്ള റിപ്പോർട്ടുകൾ അത് നോക്കിക്കൊണ്ട് പുത്തൻ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഓക്കെ, നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഡോക്ടർ രാഗേഷ്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇൻഫെന്റിസൈഡ് ആക്ട് ഉണ്ട്. നമുക്ക് ഈ നിയമം കൊണ്ടും ഇവരെ ക്രൂശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകളിൽ ഈ പേരില്ല. അവർ പിന്നെ ഇത് തങ്ങൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് കോടതികളിൽ തെളിയിക്കാൻ കഴിയാതെ വലയുന്ന, ഈ ജീവിതകാലം മുഴുവൻ ഇരുണ്ട അറകളിലായി പോകുന്ന സ്ത്രീകളാണ്. അപ്പോൾ നിയമരംഗത്ത് വലിയ പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. അതിനുവേണ്ടി കൂടി സമ്മർദ്ദം ചെലുത്തേണ്ടത് ആരോഗ്യ മേഖലയിൽ ഉള്ളവർ തന്നെയല്ലേ?
തീർച്ചയായിട്ടും. കാരണം പെരിനാറ്റൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ പെരിനാറ്റൽ സൈക്കാട്രിക് ഡിസോർഡറിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ്. ആരോഗ്യ പ്രവർത്തകരാണ് ഈ മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഈ ലീഗൽ എൻഫോഴ്സ്മെൻറ്റ് സിസ്റ്റത്തെയും മീഡിയയിലും ബോധവൽക്കരിക്കേണ്ടത് ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് ഇനി മുതൽക്കെങ്കിലും ഒരു അമ്മ കുഞ്ഞിനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ അമ്മമാരെയും ഏറ്റവും പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ശാരീരിക ആരോഗ്യ പരിശോധന നടത്തുന്ന അതേ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഒരു മാനസികാരോഗ്യ പരിശോധന കൂടി നടത്താൻ നമ്മളുടെ പോലീസ് സംവിധാനം കേപ്പബിളായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോധവാന്മാരായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ എന്താണ് നടന്നത്, അമ്മ മാനസികാരോഗ്യ പ്രശ്നം മൂലമാണോ ഈ ഒരു കൃത്യം നടത്തിയത്, അതുമല്ല അത് വേണമെന്ന് വെച്ചിട്ട് തന്നെ ആണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് അതൊരു മാനസിക ആരോഗ്യ പ്രശ്നത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഒരു കൃത്യം നടത്തിയത് എങ്കിൽ അതിനനുസരിച്ചുള്ള ഇടപെടലാണ് പിന്നീട് വേണ്ടത്. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശകലനങ്ങൾ, അതായത് ഒരു പരിശോധന ഇവിടെ നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി മുതൽക്ക് അങ്ങോട്ട് വേണ്ടത് ഒരു പ്രസവശേഷം അമ്മ കുഞ്ഞിനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന കേസുകളിൽ എല്ലാത്തിലും തന്നെ അത് ശാരീരിക ആരോഗ്യ പരിശോധനയ്ക്ക് പോലീസ് കൊണ്ടുപോകുന്ന അതേ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ഒരു മാനസികാരോഗ്യ ഒരു ടീം ആയിട്ട്, അത് മാനസികാരോഗ്യ പ്രവർത്തകർ, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഒരു ടീമായിട്ട് ഈ അമ്മയെയും കുഞ്ഞിനെയും പരിശോധിച്ച് വേണ്ട റിപ്പോർട്ട് നൽകുകയും അതിനനുസരിച്ചുള്ള നിയമപരമായിട്ട് ഇടപെടലുകളാണ് നടത്തേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ രാകേഷ്, എന്തായാലും ഫൗസിയ ഈ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ നമ്മൾ വരും ദിവസങ്ങളിലും ചർച്ചയാകുകയാണ്. കൂടുതൽ റിപ്പോർട്ടുകൾ, കൂടുതൽ നമുക്ക് ഒരു ഉൾക്കാഴ്ച തരുന്ന ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തന്നെ കുറേ കാണുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അത് ആ ഇരുണ്ട മുറിയിലിരുന്ന് കണ്ടപ്പോൾ പലപ്പോഴും കണ്ണ് നിറഞ്ഞു പോയി, കണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു. ഈ ഒരു റിപ്പോർട്ട് ഈ കരുത്തോടെ ചെയ്തതിന് അഭിനന്ദനങ്ങൾ കൂടി. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ, കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാം. ഇന്ന് വൈകിട്ട് 8 മണിക്കും ഇതുമായി ബന്ധപ്പെട്ട് 1 മണിക്കൂർ ചർച്ചയുണ്ട്.